Hi students, myself Anish KP. So today we are going to discuss the chapter General Chemistry. So ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ജനറൽ കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കെമിസ്ട്രിയിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ടേംസ് ആണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. സോ ദീസ് ആർ ദ ടേംസ് ഓർ ടോപ്പിക്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ. മാറ്റർ, atom, Dalton's atomic theory, modern atomic theory, then atomic number, mass number, electronic configuration, then chemical formula, valence shell, valence electron, ions, molecules, etc. are the various terms that we are going to discuss in this chapter. Okay. So first of all, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കെമിസ്ട്രി. വാട്ട് ഈസ് കെമിസ്ട്രി? You know that chemistry is a branch of science which deals with the composition and properties of the matter, and the changes in that matter undergoes by various interactions or reactions. So what is chemistry? So chemistry is a branch of science which deals with the composition of matter, then the properties of matter, then the changes that occur in the matter or chemical reactions. ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാറ്ററിൻ്റെ കോമ്പോസിഷൻ, അപ്പോൾ അതുപോലെ തന്നെ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്, മാറ്ററിൽ കെമിക്കൽ ചേഞ്ചസ്, വേരിയസ് ചേഞ്ചസ് നടക്കാം. അതിനെ നമ്മൾ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നടക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി മാറ്റർ. ഓക്കെ, അപ്പോൾ ഈ കെമിസ്ട്രിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മാറ്റർ. സോ യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ ടേം മാറ്റർ. വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് and offer a resistance. Resistance means a resistance to electrical conductivity. Okay, so matter is anything in the universe that has mass and occupies space. മാറ്റർ എന്ന് പറയുന്നത് എന്ത് വേണേലും ആവാം. ഈ യൂണിവേഴ്സിലുള്ള ഏതിനെ നമുക്ക് മാറ്റർ എന്ന് പറയാം. മാറ്റർ എന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു ഡെഫിനറ്റ് മാസ് ഉണ്ടായിരിക്കണം, ഡെഫിനറ്റ് വോളിയം ഓക്യുപ്പൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈ പെൻ, ഇറ്റ്സ് എ മാറ്റർ. ദെൻ പെൻസിൽ, പേപ്പർ, ദ ഫുഡ് ദാറ്റ് വി ഈറ്റ്, the water that we drink, the air that we breathe, the clothes that we wear, എന്നുവെച്ചാൽ ഫുഡ്, ഡ്രിങ്ക്സ്, ദെൻ എയർ, ക്ലോത്ത്സ്, എല്ലാം എന്താണ്? മാറ്ററാണ്. ക്ലിയർ? സോ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് കോൾഡ് മാറ്റർ. നമ്മൾ യൂണിവേഴ്സിലുള്ള എന്തിനും നമുക്ക് മാറ്റർ എന്ന് പറയാം. സോ അതിനൊരു മാസ് ഉണ്ടാവണം, ഒരു വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നതായിരിക്കണം. ക്ലിയർ? ദാറ്റ് ഈസ് എ മാറ്റർ. ക്ലിയർ? ദെൻ the space anything occupies is called വോളിയം. the matter occupy ചെയ്യുന്ന ആ സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്നാണ് പറയുന്നത്. the space that occupy is called വോളിയം. ഓക്കെ, അപ്പോൾ മാസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നതായിരിക്കണം. മാസ്, വോളിയം. ക്ലിയർ? മാസ്, വോളിയം ഉള്ള സബ്സ്റ്റൻസിനെ നമുക്ക് മാറ്റർ എന്ന് പറയാം. ക്ലിയർ? ദെൻ the amount of matter anything contained is called its mass. എമൗണ്ടിനെ നമ്മൾ മാസ് എന്നാണ് പറയുന്നത്. എമൗണ്ട് ഈസ് കോൾഡ് മാസ് ആൻഡ് സ്പേസ് ഓക്യുപ്പൈഡ് ഈസ് കോൾഡ് വോളിയം. ആ സ്പേസിനെ നമ്മൾ വോളിയം എന്ന് പറയും, സ്പേസ് ഓക്യുപ്പൈഡ് അതിനെ വോളിയം എന്ന് പറയും, അതിൻ്റെ എമൗണ്ടിന് നമ്മൾ മാസ് എന്നും പറയും. ഫോർ എക്സാമ്പിൾ, ഈ പെന്ന് യൂണിവേഴ്സിൻ്റെ സർട്ടൻ വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇത്രയും വോളിയം യൂണിവേഴ്സിൻ്റെ ഓക്യുപ്പൈ ചെയ്യുന്ന പെന്നാണ്. ക്ലിയർ? സോ ആ സ്പേസിനെയാണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പെന്നൊരു സർട്ടൻ മാസ് ഉണ്ട്, അല്ലേ? മാസ് ഉണ്ട്, അല്ല ഇതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ക്ലിയർ? ആ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മാസ് എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്, മാസ്. ഓക്കെ, സോ remember, matter is anything that occupies space and mass and has mass and offer resistance. Okay, so that's all about the matter. Okay, the next term that we are going to discuss is the charge particle in matter. Charge particle in matter. You know that the matter may contain charges. Clear? You know that there are two different type of charges. One is a positive charge and second one is a negative charge. ശരിയല്ലേ? നിങ്ങൾക്കറിയാവുന്നതാണ് മാറ്ററിൽ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. മാറ്ററിൽ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ചാർജസ് രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ നെഗറ്റീവ് ചാർജ്.
ഓക്കെ, ആ ചാർജിനെ കുറിച്ചാണ്, ആ നേച്ചർ ഓഫ് ചാർജിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? ദ നേച്ചർ ഓഫ് ചാർജ്. ക്ലിയർ? ദ ഇലക്ട്രിക്കൽ നേച്ചർ ഓഫ് മാറ്റർ ദറ്റ് വാസ് നോൺ ഇൻ 600 BC അവിടെ തൊട്ട് തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ തൊട്ട് തന്നെ മാറ്ററിന് ചാർജസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായതാണ്. ആൻഡ് ദ ചാർജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബിംഗ് ടു particles or to matter or to articles such as a glass rod or ebonite rod with silk or fur. എങ്ങനെയാണ് ഈ ചാർജ് ഉണ്ടാകുന്നത്? രണ്ട് ആർട്ടിക്കിൾസ്, രണ്ട് മാറ്റർ തമ്മിൽ റബ്ബ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇതൊരു പേനയാണ്. ക്ലിയർ? ഞാൻ എൻ്റെ കൈവായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യണം. ഇങ്ങനെ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ, അല്ലെ രണ്ട് സബ്സ്റ്റൻസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ചാർജസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ചാർജ് ഡെവലപ്പ് ചെയ്യാം. സോ ചാർജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബിംഗ് ടു ആർട്ടിക്കിൾസ് ടുഗദർ. ഓക്കെ, ആ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഗ്ലാസ് റോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്ലാസ് റോഡ്. അതുപോലെ തന്നെ എബോണൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റബ്ബർ, ഒരു ടൈപ്പ് റബ്ബറാണ്. വൾക്കനൈസ്ഡ് റബ്ബർ എന്നാണ് പറയുന്നത്. റബ്ബറാണ്, ഒരു ടൈപ്പ് റബ്ബറാണ് എബോണൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഗ്ലാസ് റോഡ് അല്ലെങ്കിൽ എബോണൈറ്റ് റോഡ് ഏതുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യേണ്ടത്? സിൽക്ക് ഓർ ഫർ. സിൽക്കുമായിട്ട്, അല്ലെങ്കിൽ ഈ ഫർ മീൻസ് ദാറ്റ് രോമം അല്ലേ, ആയിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ചാർജസ് ഡെവലപ്പ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടത്? ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ എബോണൈറ്റ് റോഡ് നമ്മൾ സിൽക്കുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുക. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഈ സബ്സ്റ്റൻസിൽ ചാർജസ് ഡെവലപ്പ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ റബ്ബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാം? ചാർജസ് ഡെവലപ്പ് ചെയ്യാം. സോ ചാർജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബിംഗ് ടു articles together such as a glass rod or a ebonite rod with a silk or fur. Clear? As a result of rubbing, charge is developed in the substanceൽ ചാർജ് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു എങ്ങനെയാണ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പലരും ചെയ്തിട്ടും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ മാറ്ററിലെ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സിമ്പിൾ ആക്ടിവിറ്റി ചെയ്യുകയാണ്. ക്ലിയർ? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ക്ലിയർ? സോ ഫോർ ദിസ് വി നീഡ് 2 glass rod, 2 pieces of glass rod and 2 pieces of resin. Resin means 2 pieces of glass rod. നമുക്ക് ഈ ഒരു മാറ്ററിൽ നമ്മൾ പറഞ്ഞു ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. മാറ്ററിൽ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്? രണ്ട് സബ്സ്റ്റൻസ് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനെ ഉരസി കഴിയുമ്പോൾ സബ്സ്റ്റൻസിൽ ചാർജസ് ഡെവലപ്പ് ചെയ്യാം. രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ചാർജസ് ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയാണ് ആ ചാർജസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ചാർജസ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിമ്പിൾ ആക്ടിവിറ്റി ചെയ്യുകയാണ്. ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടത് നമുക്ക് 2 glass rods ആണ്. സോ വി നീഡ് 2 glass rods for this activity, glass rod. And we need 2 resin. Resin means silk or polyester cloths നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, or nylon cloth പോലുള്ള റെസിൻസും വേണം, ക്ലോത്ത്. ഓക്കെ, so we need 2 glass rods and 2 resin. Okay, 2 pieces of glass rod and 2 pieces of resin. So what you have to do, എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? Take 2 glass rod and rub these 2 glass rod together. നിങ്ങൾ 2 ഗ്ലാസ് റോഡ് എടുക്കുക, ഈ 2 ഗ്ലാസ് റോഡ് ഇങ്ങനെ റബ്ബ് ചെയ്യുക. ക്ലിയർ? സോ ടേക്ക് 2 glass rod and rub these 2 glass rod together. Clear? And then bring these 2 glass rod in contact. എന്നിട്ട് നമ്മൾ ഈ 2 ഗ്ലാസ് റോഡിനെ അടുത്തേക്ക് കൊണ്ടുവരിക. ക്ലിയർ? വാട്ട് വി ക്യാൻ ഒബ്സർവ്. സോ വാട്ട് ഈസ് ദ ആക്ടിവിറ്റി? സോ യു ടേക്ക് 2 glass rod and 2 pieces of resin. Okay, first you rub 2 glass rods together and bring in contact, and then you take 2 pieces of resin and rub these 2 resins together and bring in contact. Clear? So here we can observe, what we can observe? So you take 2 glass rod and rub these 2 glass rod together and bring in contact. Clear? We can observe that these 2 glass rods repel each other. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് 2 ഗ്ലാസ് റോഡ് എടുത്ത് ഇങ്ങനെ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം ഈ 2 ഗ്ലാസ് റോഡിനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഗ്ലാസ് റോഡ്സ് ഇങ്ങനെ റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ? റിപ്പൽ ചെയ്യണമെങ്കിൽ ഈ ഗ്ലാസ് റോഡ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചാർജസ് സിമിലർ ചാർജസ് ആയിരിക്കണം. നമുക്കറിയാം പോസിറ്റീവ് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് റിപ്പൽ ചെയ്യും, ദെൻ നെഗറ്റീവ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് അട്രാക്ട് ചെയ്യും. ക്ലിയർ? സോ വെൻ ദീസ് 2 glass rod bring in contact, we can observe that
that these two glass rods repel each other. It shows that the nature of charge developed on the glass rod is the same. ഈ രണ്ട് ഗ്ലാസ് റോഡിലും ഡെവലപ്പ് ചെയ്ത ചാർജിൻ്റെ നേച്ചർ സെയിം ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ദെൻ യു ടേക്ക് 2 pieces of resin and then you rub these 2 pieces of resins together and bring in contact, and we can observe that these 2 pieces of resins repel each other. Clear? Shows that the nature of charges developed on these 2 pieces of resin that is same. അപ്പോൾ 2 റെസിൻ പീസസ് എടുത്ത് റബ്ബ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 2 പീസസ് ഓഫ് റെസിൻസ് നമ്മൾ അടുത്ത് കൊണ്ടുവരിക. ക്ലിയർ? അപ്പോൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ 2 പീസസ് ഓഫ് റെസിന് റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ റിപ്പൽ ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കാം, ഈ റെസിൻ പീസിൽ ഡെവലപ്പ് ചെയ്ത ചാർജും സിമിലറാണ്. സിമിലർ ചാർജസ് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്യും, നമുക്കറിയാം. ഓക്കെ, ദെൻ ലാസ്റ്റ് യു ബ്രിങ് ദീസ് 2 ഗ്ലാസ് റോഡ് ആൻഡ് റെസിൻസ് ടുഗദർ. And we can observe that these 2, the glass rod and resins, attract each other. It shows that the nature of charge developed on the glass rod and the resin piece, that is different. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം 2 ഗ്ലാസ് റോഡ് അടുപ്പിച്ച് അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ അത് റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഗ്ലാസ് റോഡിൽ ഡെവലപ്പ് ചെയ്ത ചാർജ് സെയിം ആണ്. 2 പീസസ് ഓഫ് റെസിൻ നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം കോൺടാക്റ്റിൽ കൊണ്ടുവരുവാണെങ്കിൽ അതും റിപ്പൽ ചെയ്യും. അപ്പോൾ റെസിനിൽ ഡെവലപ്പ് ചെയ്ത ചാർജ് സിമിലർ ആണ്. എന്നാൽ ഈ റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് റോഡും അതുപോലെ തന്നെ റെസിൻ്റെ പീസും കൂടെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇത് രണ്ടും കൂടെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ? അങ്ങനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ചാർജസ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ക്ലിയർ? ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഗ്ലാസ്സിൽ ഡെവലപ്പ് ചെയ്ത ചാർജ് അല്ല, ആ ഗ്ലാസ്സിൽ ഉള്ള പാർട്ടിക്കിളിൻ്റെ ചാർജ് ഉണ്ടല്ലോ, ആ നേച്ചർ അല്ല റെസിനിലുള്ള പാർട്ടിക്കിളിൻ്റെ ചാർജ്. ക്ലിയർ? അപ്പോൾ ഈ ഡിഫറൻറ്റ് സബ്സ്റ്റൻസിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ ഡിഫറൻ്റ് ആണെന്നാണ് നമ്മളിവിടെ നിന്നും പറയുന്നത്. ഓക്കെ, സോ ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് ദാറ്റ് the nature of charged particle present in matter may be different. ശരിയല്ലേ? മാറ്ററിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ ഡിഫറൻ്റ് ആണ്. ഗ്ലാസ് റോഡിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസും റെസിൻസിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസും ഡിഫറൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ 2 ഗ്ലാസ് റോഡ്സ് നമ്മൾ അടുത്ത് കൊണ്ടുവന്നപ്പോൾ റിപ്പൽ ചെയ്തു, കാരണം അതിൽ ഡെവലപ്പ് ചെയ്ത ചാർജ് സിമിലർ ആണ്. റെസിൻ പീസ് ആണെങ്കിലോ അത് റിപ്പൽ ചെയ്യും, അവിടെയും സിമിലർ ആണ്. എന്നാൽ ഗ്ലാസ് റോഡും പീസസ് ഓഫ് റെസിനും, ഇത് ഗ്ലാസ് റോഡാണ്, ഇത് റെസിനാണ്. ക്ലിയർ? ഇത് രണ്ടും നമ്മൾ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് കാണാൻ സാധിക്കും, ഇത് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ചാർജിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ? ചാർജ് ഡിഫറൻ്റ് ആണ്, ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ടാണ് ഇത് അട്രാക്റ്റ് ചെയ്തത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്നുള്ള കൺക്ലൂഷൻ ഇതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്ററിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ ഡിഫറൻ്റ് ആണെന്നാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, so now we are going to discuss the states of matter. So you know that matter exists in nature in different forms. What are the different forms of the matter? We know that in nature some matter exists in solid state, some are in the liquid state, and some are in the gaseous state. So these are the 3 different simple states of matter: solid, liquid, gases. So in nature, matter exists in different forms or different physical states, and the different physical states are solid, liquid, and gas. So we can classify matter based on the physical state into 3, mainly 3. That is, one is a solid, and first one is a solid, and second one is a liquid, and third one is gas. So we can classify matter into 3 different types: solid, liquid, and gas. So first one is a solid. What are solids? You know that solids are the substance which possess definite mass and definite volume. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മാറ്ററാണ്? ഡെഫിനറ്റ് മാസും ഡെഫിനറ്റ് വോളിയം പൊസസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? solids എന്ന് പറയും. So solids are the substance which has fixed volume and definite shape and definite mass. So solids are the substance which possess definite mass, definite volume and definite shape. Definite mass ഉണ്ടാവും, definite shape ഉണ്ടാവും, definite mass ഉണ്ടാവും. മാസും വോളിയം ഷേപ്പും ഉണ്ടെങ്കിൽ സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പെൻ, ഇതിനൊരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്. ക്ലിയർ? ഒരു ഡെഫിനറ്റ് വോളിയം ഉണ്ട്, ഡെഫിനറ്റ് വോളിയം നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അതിനൊരു സർട്ടൻ മാസമുണ്ട്, ഡെഫിനറ്റ് മാസമുണ്ട്. അപ്പോൾ വോളിയവും മാസും ഷേപ്പും പറയാൻ പറ്റുന്ന സബ്സ്റ്റൻസിനാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഐസ് ക്യൂബ്, ക്ലിയർ? ഇറ്റ്സ് എ സോളിഡ്. അനദർ എക്സാമ്പിൾ ഇസ് എ ബ്രിക്സ്, അതൊരു സോളിഡാണ്. അനദർ എക്സാമ്പിൾ ഇസ് എ വുഡ്, ഇറ്റ്സ് എ സോളിഡ്. അയൺ,
solid. Clear? These are some examples for the substance in the solid state. Clear? It's a simple classification. Okay. And second one is liquid. Second one is liquid. What are the liquids? You know that there are substances in nature which exist in the liquid state. What are the liquids? Liquids are the substance which possess fixed volume and mass, or definite volume and definite mass, but no definite shape. So the shape of the liquid is equal to the shape of the vessel, the shape of the vessel. Okay. Then second one, a liquid has a fixed volume but no definite shape. So what are liquids? Liquids are the substance or matter which possess definite mass and definite volume but no definite shape. Definite volume പറയാം, definite mass പറയാം, പക്ഷേ definite shape പറയാൻ പറ്റില്ല. ക്ലിയർ? ലിക്വിഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏത് വെസലിലാണോ നമ്മൾ ലിക്വിഡ് എടുക്കുന്ന വെസലിൻ്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിൻ്റെ ഷേപ്പ്. ഫോർ എക്സാമ്പിൾ, ഞാൻ വാട്ടർ ഒരു ഗ്ലാസ്സിൽ എടുത്തിരിക്കുകയാണ്. ഇതാണ് ഗ്ലാസ്, വാട്ടർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, വാട്ടർ ഈസ് എ ലിക്വിഡ്, യു നോ ദാറ്റ്. ക്ലിയർ? ഇറ്റ് അസ്യൂംസ് ദ ഷേപ്പ് ഓഫ് ഗ്ലാസ്. ഇവിടെ വാട്ടർ അസ്യൂം ചെയ്ത ഷേപ്പ് എന്താണ്? ഗ്ലാസിൻ്റെ ഷേപ്പാണ്. ക്ലിയർ? എന്നാൽ ഇതേ വാട്ടർ തന്നെ ഞാനൊരു ബോട്ടിലിൽ എടുത്തു കഴിഞ്ഞാൽ അത് ബോട്ടിലിൻ്റെ ഷേപ്പ് ആയിരിക്കും അസ്യൂം ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഏത് വെസലിലാണോ നമ്മൾ ലിക്വിഡ് എടുക്കുന്ന ആ വെസലിൻ്റെ വോളിയം ഷേപ്പ് ആയിരിക്കും ലിക്വിഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷേപ്പ് പറയാൻ പറ്റില്ല, ഡെഫിനറ്റ് ഷേപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്കറിയാം ഈ വാട്ടറിൻ്റെ ഒരു ഡെഫിനറ്റ് മാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെഫിനറ്റ് വോളിയം പറയാം, മാസ് പറയാം, ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലിയർ? So these are some examples for substance in the liquid state. One is a water. Clear? Second one is a petrol. Clear? Petrol is a liquid. Then vinegar. വിനാഗിരി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. Then paint, etc. are some examples for a substance in the liquid state. Okay. And the third one and last one, that is a gas. Third one is a gas. You know that there are substances in nature which exist in the gaseous state. Some examples are oxygen, nitrogen, carbon dioxide, methane. Then etc. are some substances which exist in the nature as in the gaseous state. So what are the gaseous substances? So the substance which possess a definite mass but not definite volume and shape are called gas. ചില സബ്സ്റ്റൻസിന് നമുക്ക് ഡെഫിനറ്റ് മാസ് പറയാം, ഒരു നിശ്ചിത മാസ് പറയാൻ പറ്റും. ഓക്കെ. എന്നാൽ ഡെഫിനറ്റ് ഷേപ്പോ ഡെഫിനറ്റ് വോളിയമോ പറയാൻ പറ്റിയല്ല, ഡെഫിനറ്റ് വോളിയം പറയാൻ പറ്റിയല്ല, ഡെഫിനറ്റ് ഷേപ്പും പറയാൻ പറ്റിയല്ല. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഗ്യാസസ്? സോ ഗ്യാസസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് possess definite mass but no definite shape and volume. Clear? It assumes the volume and shape of the container. ഏത് കണ്ടെയ്നറിലാണോ ഏത് വെസലിലാണോ നമ്മൾ ഗ്യാസ് എടുക്കുന്നത് ആ വെസലിൻ്റെ വോളിയമാണ് ഗ്യാസിൻ്റെ വോളിയം, ആ വെസലിൻ്റെ ഷേപ്പാണ് ഗ്യാസിൻ്റെ ഷേപ്പ്. ക്ലിയർ? സോ ഇറ്റ് ഹാസ് ഡെഫിനറ്റ് മാസ് ബട്ട് നോട്ട് ഡെഫിനറ്റ് വോളിയം ആൻഡ് ഷേപ്പ്. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ ഗ്യാസ് ഞാനൊരു വെസലെടുത്തു, 10 ഗ്രാം ഓക്സിജൻ ഗ്യാസ് എടുത്തു. ക്ലിയർ? ഈ 10 ഗ്രാം ഓക്സിജൻ ഗ്യാസ് ഒരു ബോട്ടിലെടുത്താൽ ഓക്സിജൻ്റെ മാസ് 10 ഗ്രാം തന്നെയാണ്, പക്ഷേ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? വെസലിൻ്റെ വോളിയമാണ്, ഈ ബോട്ടിലിൻ്റെ വോളിയമാണ് വോളിയം. ആ ബോട്ടിലിൻ്റെ ഷേപ്പാണ് ഈ ഗ്യാസ് അസ്യൂം ചെയ്തിരിക്കുന്ന ഷേപ്പ്. എന്നാൽ ഇത് തന്നെ വേറൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു വെസലിലെടുത്താൽ what is a mass? Mass is 10 gram. Clear? But the volume is the volume of the vessel and it assumes the shape of the vessel. Clear? So it has no definite volume and a definite shape but it possesses a definite mass. Okay. Some examples are helium. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹീലിയം ബലൂൺ അല്ലേ? ഹീലിയം ഒരു ലൈറ്റ് വെയ്റ്റ് ഗ്യാസ് ആണ്, നമ്മൾ ബലൂണിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ദെൻ ഓക്സിജൻ ഗ്യാസ്. ക്ലിയർ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജൻ ഗ്യാസ് ആണ്. ക്ലിയർ? ദെൻ കാർബൺ ഡയോക്സൈഡ്. നമ്മൾ എക്സലൈറ്റ് ഡയറിലുള്ള ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചാണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് സിന്തസൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഹൈഡ്രജൻ ഈസ് അനദർ ഗ്യാസ്. ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഹൈഡ്രജൻ. നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ക്ലിയർ? So these are some examples for gases. So that's all about the classification of matter. അപ്പോൾ നമ്മളിവിടെ മാറ്റർ എന്താണെന്ന് പറഞ്ഞു, മാറ്ററിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനെ കുറിച്ച് പറഞ്ഞു, ദെൻ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ. ദെൻ